വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റവ കേസരിയാണ് ഇന്നത്തെ റെസിപ്പി. റവ കേസരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് കാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നിറം മാറുന്ന വരേക്കും ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂസിൻ്റെ നിറം മാറി വരുമ്പോൾ ഇതിലോട്ട് ഇനി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കാഷ്യൂസും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. നെയ്യ് നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ കിസ്മിസ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല വീർത്ത് വരും. ആ സമയത്ത് നമുക്കിത് വറുത്ത് കോരി എടുക്കാം. തീ ഓഫ് ചെയ്യേണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിലോട്ട് 1/2 കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് വാങ്ങിക്കുന്നതെങ്കിലും ഒന്ന് ഇതുപോലെ വറുത്തെടുക്കണം. കളറ് മാറുന്ന വരേക്കും വറക്കണ്ട, ജസ്റ്റ് ഒരു പച്ചമണം മാറുന്ന വരേക്കും ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി റവ വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. അതിനായിട്ട് 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. കേസരിക്ക് പൊതുവേ യെല്ലോ കളറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓറഞ്ചും റെഡും ഒക്കെയും ചേർക്കാം. ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ വറുത്ത് വെച്ച റവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. റവ ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കട്ടകളില്ലാതെ ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ റവ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ റവ ചേർക്കുമ്പോൾ തരിതരിപ്പായിട്ടുണ്ടാവും. അത് മാറി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. റവയൊന്ന് വെന്ത് ചേർത്ത ശേഷം വേണം പഞ്ചസാര ചേർക്കാൻ, ഇല്ലെങ്കിൽ റവ വെന്ത് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ വേവിച്ച ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റവയൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചീനച്ചട്ടി നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കില്ല. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സായി ചേർത്തപ്പോൾ കടായിൽ നിന്ന് നല്ലപോലെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളമയം വരും. ആ വെള്ളമയം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. പഞ്ചസാരയും റവയും നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ പഞ്ചസാരയും 3 ഏലക്കയും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമയവും കൂടി മാറിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പഞ്ചസാര അലിഞ്ഞ് ഇതുപോലെ കേസരി കടായിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഇനി വറുത്ത് വെച്ച കാഷ്യൂസും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഉരുകിയ നെയ്യ് ബാക്കിയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തീ ഇപ്പോഴും ചെറിയ തീയിൽ തന്നെയാണ്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് പീസായിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഒരു ബൗളിൻ്റെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കമഴ്ത്തിയിടാൻ പാടുള്ളൂ. കമഴ്ത്തിയിടുന്നതിന് മുന്നേ വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് സൈഡിൽ മെല്ലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് കമഴ്ത്തിയാൽ ഇതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.